എടാ, ഞാൻ മനഃപൂർവ്വം നിന്റെ മെസ്സേജ് നോക്കാതിരുന്നല്ലടാ. കോളേജിന് ശേഷം വീട്ടിൽ കുറച്ച് സീനായി. അശ്വിൻ്റെ കാര്യം പിടിച്ച്, പിന്നെ തല്ലും ബഹളവും കൂട്ടിയിടലൊക്കെ ആയിരുന്നു. അയ്യോ എടി, ഞാനിതൊന്നും അറിഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ലടാ. കുറേ നാളിന് ശേഷം നിനക്കാ ഞാനിപ്പോൾ മെസ്സേജ് പോലും ഇട്ടെ. ഞാനിപ്പോൾ ബാംഗ്ലൂർ ചിറ്റയുടെ അടുത്താടാ. ഇവരിവിടെ ഉള്ളതുകൊണ്ടാ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വിട്ടെ. അവൻ കാനഡയിലാ. കോളേജ് കഴിഞ്ഞപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി അവൻ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ പ്ലാനും അതായിരുന്നല്ലോ. പിന്നെ എല്ലാം തലതിരിഞ്ഞു. എടി, അപ്പോൾ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നുമില്ലേ? ഞാൻ അവനായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നടാ. ഇപ്പോൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. അന്ന് വീട്ടിൽ പിടിച്ചാകെ സീനായി. പിന്നെ ഫോണൊക്കെ അവരാകെ നശിപ്പിച്ച്. പിന്നെ അവനായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായില്ല. കാനഡ പോയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ മെസ്സേജ് കഴിക്കലും ചാറ്റിങ്ങൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിൽ കുറേ നാളത്തെ റിലേഷൻഷിപ്പ് അല്ലേടാ. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തു. അവനിപ്പോൾ അവിടെ പഠിത്തം കഴിഞ്ഞ് ജോലി ചെയ്യാണ്. നെക്സ്റ്റ് മന്ത് അവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ മീറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എടാ, എനിക്കിപ്പോൾ അധികം നേരം മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കാം. ഹലോ. ഗുഡ് മോർണിംഗ്. എടാ, എന്താണ് പരിപാടി? ഞാൻ ദേ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് കാര്യം? എന്താ രാവിലെ തന്നെ വിളിച്ചേ? എടാ, അത് പിന്നെ കാർത്തികയല്ലേ? നിന്റെ ഫ്രണ്ടല്ലേ? ആടാ, അവളെ തന്നെ. എടാ, അവള് നാട്ടിലെത്തിണ്ട്. അവളെപ്പോൾ എത്തി? കഴിഞ്ഞ മൺഡേ. അപ്പോൾ നല്ല ചില്ലിങ് എൻജോയ്മെൻ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. എടാ, അത് ഞാൻ വിളിച്ചേ വേറൊരു കാര്യം പറയാൻ. എന്താ കാര്യം? പറഞ്ഞോ. എടാ, നീ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? വേറെ ആരും ഇല്ലല്ലോ. അതിന്? എടാ, അപ്പോൾ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് കൂടാൻ വേണ്ടി ഒരു സ്ഥലം വേണമായിരുന്നു. അതിനിപ്പോൾ നിന്റെ മുറിയില്ലേ? എടാ, അത്
ഒന്നാമത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലോ താമസം, രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നടക്കില്ലടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടാ നീയൊന്ന് മനസ്സ് വെച്ചാൽ. ഞാനെങ്ങനെ? എടാ നിന്റെ റൂമൊന്നൊരു സ്റ്റേക്ക് ഒന്ന് സംഘടിപ്പിച്ചു തന്നാ. ഹലോ മനു, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. എടാ 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 വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ റൂം ഹലോ. എടാ ഞാൻ വിളിച്ചതേ ഇന്നലെ മെസ്സേജ് അയച്ചാരും പറയാനാ. എന്താടി പറഞ്ഞ്? എടാ അശ്വിൻ വരണ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവനീ 13-ാം തീയതി വരണേ. അപ്പം എങ്ങനെയാ അവൻ അവിടേക്കാണ് വരണേ? ഇല്ലടാ, ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനിയാണ് സ്പോൺസർ ചെയ്യണം. അപ്പോൾ അവന് ഇടയ്ക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല, കൊച്ചിയിലേ പറ്റൂ. സോ ഞാൻ നാട്ടിലേക്ക് വരും, എന്നിട്ട് അവിടെ വെച്ച് കാണാനാണ് പ്ലാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഫൈനലി നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണല്ലോ. എന്താണ് പരിപാടികളൊക്കെ? എടാ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനെന്ത് ചെയ്യാനാ? എടാ നിന്റെ റൂമൊന്ന് ഒരു ദിവസത്തേക്കൊന്ന് തരുമോ? റൂമോ? ഇല്ല, അത് ശരിയാവത്തില്ല. അത് ഓണർ ഞാനേ വാടകയ്ക്ക് താമസിക്കണേ. അപ്പോൾ ഓണർ ആർക്കും കൊടുക്കരുതെന്നാണ് പറഞ്ഞാണ്. വേറെ ആരും റൂമിൽ കയറുമൊന്നും ചെയ്യുന്നില്ല. എടാ നിനക്കെൻ്റെ സിറ്റുവേഷൻ അറിയാലോ. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നൊരു ചാൻസാ. അന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല, അതുകൊണ്ടാ. ഇല്ല എടി, എന്നാലും. എടാ ഞാൻ വേറെ വഴിയൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും സെറ്റായില്ല. നീയാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. പറ്റില്ല എന്ന് പറയില്ലടാ പ്ലീസ്. ഇല്ല, അത് ശരിയാവത്തില്ല. നീ ഫോൺ വയ്ക്കും, നടക്കത്തില്ല. എടാ ശരി. എടാ ഹലോ. ഹലോ എടി, ഞാനേ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങും, തിരിച്ചൊരു 6 മണിക്ക് എത്തും. അതിന് മുന്നേ വന്ന് മിണ്ടിയിട്ട് പൊക്കോ. താങ്ക് യു സോ മച്ച്. ശരി ശരി ശരി. പിന്നെ ഞാൻ ആ കീ ഷൂവിൽ വച്ചേക്കാം. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളെന്താണെന്ന് വെച്ച് ചെയ്യണം. പിന്നെ കുറച്ചൊരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയിട്ട് വരുമ്പോൾ റൂം വൃത്തികേടാക്കരുത്. റൂം അങ്ങനെ തന്നെ കൃത്യമായിട്ട് വെച്ചേക്കണം. ഓക്കെ? അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നിന്റെ ഒരു സാധനത്തിൽ ഞങ്ങൾ തൊടില്ല. എന്നാ നിനക്ക് കൊള്ളാം. എന്നാ ഓക്കെ, ശരി. പിന്നെ ഇപ്പം നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ? അത് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണ സ്റ്റാർട്ടപ്പ് കമ്പനിയാ. ആണോ? വല്ലോ മനുഷ്യന് വല്ലോ ഉപകാരമുള്ള ആപ്പ് വല്ലതും ആണോ? ഉപകാരമുള്ള ആപ്പൊക്കെ തന്നെയാടാ. ഇതൊരു അലാം ആപ്പാ. അലാറം ആപ്പോ? ഫോണിൽ അലാറം വെക്കാനുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അലാറം ആപ്പൊക്കെ? എടാ ഇത് കുറച്ചുകൂടി ഇന്നോവേറ്റീവായ ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നിലവിൽ റണ്ണിങ്ങിലാണ്. ഒരു ബഗ് ഉണ്ട്. വൈകാതെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കും. ഏടാ അശ്വിൻ വിളിക്കുന്നുണ്ടേ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. ശരി ശരി ശരി, എന്നാ ഓക്കെ. ഓക്കെടാ. ഇവിടെ എന്തി കാണിച്ചേക്കണേ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ വൃത്തിയാക്കി വെച്ചേക്കണമെന്ന്. കോപ്പ് ഇവിടെ എന്നിട്ട് എന്നാ തേങ്ങ പണ്ടാരം.
task. It's time for your 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 task. Now open the folded paper from middle, and then bend the center of the paper boat. It's time for your